മോഹൻലാൽ എന്ന നടന്റെ കയ്യിൽ തോക്കും കൊടുത്ത് സൂട്ടുമിടിച്ച കൂളിംഗ് ഗ്ലാസും വെപ്പിച്ച് അയാളിലെ അനുഗ്രഹീത കലാകാരനെ ഇനിയെങ്കിലും നശിപ്പിക്കരുത് എന്ന് പറയുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ സാധാരണക്കാരായ സിനിമാ ആസ്വാദകരാണ്. തരുൺ മൂർത്തി ഒരു പഴയ അംബാസിഡർ കാറും ഒരു ലുങ്കിയും ഷർട്ടും കൊടുത്ത മോഹൻലാൽ എന്ന പ്രതിഭയെ അഴിച്ചുവിട്ടിരിക്കുകയാണ് തുടരും എന്ന സിനിമയിൽ. നവരസങ്ങൾ ഒന്നായി ആ മുഖത്ത് മാറി വരുന്നത് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് തെല്ലും അത്ഭുതം തോന്നിയില്ല. മറിച്ച് ഈ മനുഷ്യന്റെ മുഖത്തൊന്നും വരില്ല, അതുകൊണ്ടാണ് താടി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞവർ പോയി ഈ സിനിമ നിസ്സംശയം കാണണം. അങ്ങേരുടെ താടി രോമങ്ങൾ വരെ അഭിനയിക്കുന്നത് കാണാം. കൃത്യമായ അളവിൽ എല്ലാ ചേരുവകളും കോർത്തിണക്കിയ ഒരു സിനിമ തന്നെയാണ് തുടരും. തരുൺ മൂർത്തിയുടെ ഗംഭീര മേക്കിംഗ്, മ്യൂസിക് സ്കോറൊക്കെ വേറെ ലെവൽ എന്ന് തന്നെ പറയാം. വില്ലനായി വന്ന പ്രകാശ് വർമ്മയുടെ അഭിനയമാണ് എടുത്തു പറയേണ്ടത്. എവിടെയായിരുന്നു ഇദ്ദേഹം ഇത്ര നാളെന്ന് ചോദിച്ചു പോകും. ഇടയ്ക്കൊക്കെ NF വർഗീസ് ആണെന്ന് തോന്നിക്കുന്ന തരം ശബ്ദം, വോയിസ് മോഡുലേഷൻ, ഡയലോഗ് ഡെലിവറിയൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ. ബിനു പപ്പൻ എന്ന നടന്റെ റേഞ്ച് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ഗംഭീര പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ശോഭനയുടെ താരമൂല്യത്തിന് ചേർന്ന റോൾ അല്ലെങ്കിൽ കൂടി കിട്ടിയ റോൾ ഗംഭീരമാക്കിയെന്ന് പറയാതെ വയ്യ. കഥയുടെ ഉടനീളം ചില സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് ചിത്രം അവസാനിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഫീലുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയം. തീർച്ചയായും കുടുംബം ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഗംഭീര സിനിമയാണ് തുടരുമെന്ന് നിസ്സംശയം പറയാം.